സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലടക്കം ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി തുടങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മത്സര പരീക്ഷാ കേന്ദ്രങ്ങൾ നടത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കെതിരെ നടപടി തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, വിവരങ്ങൾ. രാഖി, സർക്കാർ സ്കൂളിലെ അധ്യാപകരെല്ലാവരും ഈ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇങ്ങനെ സർക്കാർ സ്കൂളിലെ അധ്യാപകർ ഒരു കാരണവശാലും സ്വകാര്യ സ്ഥലങ്ങളിൽ ട്യൂഷൻ എടുക്കാൻ പോകരുത് എന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. ഈ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകർ എന്തുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടമായി കാണുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നിരവധി പരാതികൾ ഉയർന്നിരിക്കുന്നത്. ഈ പരാതികളെയെല്ലാം തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ എല്ലാത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനമെന്ന് പറയുന്നത്. ഈ ഒരു അധ്യാപകർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവരെ ഒരു കാരണവശാലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ എടുക്കാൻ അനുവദിക്കില്ല എന്നുമുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിദ്യാർത്ഥികളെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലടക്കം ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മത്സര പരീക്ഷാ കേന്ദ്രങ്ങൾ നടത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കെതിരെയാണ് നടപടി എടുക്കുക. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദയാണ്.